ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാറുള്ളൂ. അപ്പം പിന്നെ ഇപ്പോൾ തണുപ്പും കൂടിയൊക്കെ അല്ലേ, അപ്പം ഇതിനകത്തുള്ള കവറും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം, അല്ലെ ഐസ് കട്ടയൊക്കെ കൂടും. അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. പിന്നെ പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്ത് മാറ്റി കുറച്ച് ഒതുക്കി പറക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ പണി. അപ്പം ഞാൻ ഇതെല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രീസറിനകത്ത് ഇതേ കണ്ടില്ലേ, തണുപ്പായത് കാരണം ഒരുപാട് ഐസ് കട്ടയുണ്ട്. പിന്നെ ഈ ഒരു കണ്ടെയ്നർ പോലത്തെ ബിരിയാണിയൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ബോക്സിനകത്താണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അധികം പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഉള്ളത് കൊണ്ട് ഓരോന്നിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പാലും തൈരും കൂടി അവിടെ ആ ഒരു സൈഡിൽ വെച്ചു. പിന്നെ ഈ ഒരു ചെറിയൊരു പാത്രത്തിനകത്തായിരുന്നു ഞാൻ മീൻ വെച്ചത്. അപ്പം ഞാൻ ഫ്രീസറിനകത്ത് വെക്കത്തില്ല കേട്ടോ, അത് ഐസ് കട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ചീത്തയായി പോവും. അതുകൊണ്ട് വൈകിട്ട് എടുക്കാനുള്ളതായതുകൊണ്ട് പിന്നെ പച്ചമുളക് ഇതുപോലത്തെ ആ ബിരിയാണി പാത്രത്തിൽ വെച്ചു. പിന്നെ വെളുത്തുള്ളി അതും ആ ഒരു പാത്രത്തിനകത്ത് വെച്ചു. അപ്പം പിന്നെ സവോള വരുന്നത് ഞാനങ്ങ് നമ്മുടെ അടിഭാഗത്ത് ആ ഒരു അറ വരുന്നില്ല, അതിനകത്ത് തന്നെ കവറിനകത്തായിട്ടിട്ട് വെച്ചു. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. പിന്നെ ഈ ഒരു പാത്രത്തിനകത്ത് നമ്മുടെ പച്ചമുളകും ബാലൻസ് വന്ന ഈ ക്യാരറ്റും ഒക്കെ ഞാൻ അതിനകത്ത് വെച്ചു. പിന്നെ ബാലൻസ് ഉള്ള ചീരയും വെച്ചു. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.